തൻ്റെ പുത്തൻ വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്ര തിരക്കാണെങ്കിലും ലൈവായി വന്ന് പറയാൻ സമയം കണ്ടെത്തുന്ന ആളാണ് റോബിൻ. തന്നെ ബിഗ് ബോസിലൂടെ വളർത്തിയത് നിങ്ങൾ പ്രേക്ഷകരാണെന്നും എനിക്ക് പ്രേക്ഷകരായ നിങ്ങളോട് എപ്പോഴും കടപ്പാടും സ്നേഹവും നന്ദിയുമുണ്ടെന്നും റോബിൻ എപ്പോഴും വന്ന് ലൈവായി പറയുന്നതും പതിവായിരുന്നു. ഇപ്പോഴത്തെ റോബിൻ്റെ ഒരു പുതിയ വിശേഷം, വിവാഹത്തിന് ശേഷമുള്ള ഒരു പുതിയ വിശേഷമാണ് റോബിൻ ഇപ്പോൾ നമുക്ക് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ റോബിനോളം ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ളതും ചർച്ച ചെയ്യപ്പെട്ടതുമായ മറ്റൊരു മത്സരാർത്ഥി ഉണ്ടോ എന്ന് സംശയമാണ്. ബിഗ് ബോസ് 4ാം സീസൺ കഴിഞ്ഞിട്ട് 3 വർഷം പിന്നിട്ടുവെങ്കിലും റോബിനുള്ള ആരാധക വൃന്ദങ്ങൾക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും വിവാഹം. ഒരാഴ്ച നീണ്ടുനിന്ന വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ റോബിനെ ഇൻ്റർവ്യൂ ചെയ്യാനെത്തിയ അവതാരകരിൽ ഒരാളായിരുന്നു ആരതിപ്പൊടി. ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡ് പോലും കാണാതെയായിരുന്നു ആരതിപ്പൊടി റോബിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ എത്തിയത്. അവിടെ തുടങ്ങിയ സൗഹൃദമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. വിവാഹശേഷം വൈകാതെ തന്നെ ഇരുവരും ഹണിമൂൺ ട്രിപ്പ് ആരംഭിച്ചിരുന്നു. 2 വർഷം കൊണ്ട് 27 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന തരത്തിലായിരുന്നു ഇരുവരുടെയും ഹണിമൂൺ പ്ലാൻ. ആദ്യഘട്ടമായി ഇരുവരും അസർബൈജാൻ, സിംഗപ്പൂർ, ബാലി എന്നിവിടങ്ങളിലേക്കാണ് യാത്ര പോയത്. ഇരുവരും ഇപ്പോൾ നാട്ടിലുണ്ട്. ജോലിയും യാത്രയും ഒരേപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനാണ് റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും പ്ലാൻ. അതേസമയം ഇപ്പോഴത്തെ റോബിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പുതിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. 34-കാരനായ താരം പഴയ ഫിറ്റ്നസ്സിലേക്ക് തിരികെ വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. മുമ്പും പല ചലഞ്ചിൻ്റെയും ഭാഗമായി ശരീരഭാരം വർദ്ധിപ്പിക്കുകയും പിന്നീട് കൃത്യമായ ഡയറ്റിലൂടെ അത് കുറയ്ക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. കല്യാണ തിരക്കുകളും യാത്രകളും ക്ഷീണവും മാറി ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയതോടെയാണ് വർക്കൗട്ട് റോബിൻ വീണ്ടും ആരംഭിച്ചത്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന റോബിൻ്റെ പുതിയ വിശേഷങ്ങളും വാർത്തയുമാണ് വീഡിയോയിലൂടെ ആരതിപ്പൊടി മൊബൈൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഔട്ട് ചെയ്യപ്പെട്ടത്.